So we will discuss the types of problems that can be asked from the second module today. So hope all then class note. So you have to pin the staff advisor page. So today we will directly start solving a problem, and in between the steps we will discuss the extra theory portion. Okay, so just write down the problem. A 300 ISF 8, a 300 a 300 ISF 8 of FE 410 grade a 300 ISF 8 of FE 410 grade is used as a tension member. I hope all of you are writing down the problem. Is used as a tension member in a lattice girder. A 300 ISF 8 grade FE 410 is used as a tension member in a lattice girder. GIRDER. LATTICE GIRDER. Lattice girder. It is connected to a 12 mm thick gusset plate. It is connected to a 12 mm thick gusset plate. It is connected to a 12 mm thick gusset plate by 18 mm diameter bolts. By 18 mm diameter bolts. It's connected to a 12 mm thick gusset plate by 18 mm, 18 mm diameter bolts of grade 4.6. Of grade 4.6. Bolt. Look. Calculate the effective net area of the members. Calculate the effective net area. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എഫക്റ്റീവ് നെറ്റ് ഏരിയ AN അല്ലേ? AN കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നിങ്ങളോട് ടെൻസൈൽ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നില്ല അല്ലേ? മാക്സിമം ടെൻസൈൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് AN കണ്ടുപിടിക്കാം. AN കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡിസൈൻ ടെൻസൈൽ ലോഡ് കിട്ടും അല്ലേ? അല്ലെങ്കിൽ മാക്സിമം ടെൻസൈൽ ലോഡ് കിട്ടും. സോ ഫിഗർ ഞാൻ വരയ്ക്കാം. രണ്ട് കണ്ടീഷൻസ് ആണ് ക്വസ്റ്റനിൽ ചോദിക്കുന്നത്. അപ്പൊ ടൈപ്പ് എയിൽ ഫിഗർ ഫസ്റ്റ്, സെക്ഷൻ ബിയിൽ നിങ്ങൾ സെക്കൻഡ് ഫിഗറും വരിക. So this is how.
itself. Sorry. So in you can simply calculate this. So that steel table. സൗണ്ട് ക്ലാരിറ്റി ഇല്ലാത്തതാണോ, വോയിസ് ഫുള്ള് കേൾക്കാത്തതാണോ? ഹലോ, ക്ലാരിറ്റി കുറവാണോ? സൗണ്ട് വരുന്നുണ്ടോ ഇപ്പോൾ? ഹലോ ഹലോ, ഇപ്പോൾ ഓക്കെ ആയില്ലേ? Okay, so I hope you got the significance of this ISF 8. ISF 8 with a 300 mm width. So that is a method by which it is written, which is available in the code book. And now this will be the net area that you know. So net area means the minimum area which is having the maximum number of bolt holes. So how to calculate the net area? Simply you have to write an is equal to b minus nd0 into t. Just substitute. Here you know it is 300 breadth. Breadth is 300, which is clear from this. Okay. So 300 minus number of bolts 1, 2, 3, 4. Okay. So what about the bolt hole diameter? 18 mm diameter bolt. So from the page 72, the bolt hole diameter 18 plus 2. Okay, the clearance will be 2 millimeter for 18 mm diameter bolts from the table that you have to show here. Okay, so അതിവിടെ എഴുതി വെക്കുക. ജസ്റ്റ് ആ ക്ലോസ് ആ ടേബിൾ മെൻഷൻ ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യുക? D0 18 plus 2 അല്ലേ? ഓക്കെ, ഇതിനെന്ത് ചെയ്യാം? ഇൻറ്റു തിക്നെസ് 8 അല്ലേ? 8 mm തിക്ക്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ നെറ്റ് ഏരിയ കിട്ടും അല്ലേ? നെറ്റ് ഏരിയ എത്ര കിട്ടുക? ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 4 into 18 plus 220 അല്ലേ? 20, 80 കിട്ടും അല്ലേ? 300 minus 80 എന്ന് പറയുമ്പോൾ 220 കിട്ടും. 220 into 8 എത്ര കിട്ടുക? 1760 അല്ലേ? 1760 mm². ഓക്കെ, സോ ഇനി നിങ്ങളോട് ഇതിന്റെ ഡിസൈൻ സ്ട്രെങ്ത് ആണ് ചോദിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ചോദിച്ചെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ANനെ നിങ്ങൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം അല്ലേ? അത് ക്വസ്റ്റനിൽ ചോദിച്ചില്ല. ഏത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക? നമ്മൾ TDN ഇക്വേഷൻ അല്ലേ? 0.9 AN into FU by gamma m1 അല്ലേ? ഇവിടെ നമ്മൾക്ക് 0.9 അറിയാം. AN ഇപ്പൊ കിട്ടിയ വാല്യൂ അല്ലേ? FU എത്രയാണ്? FU 410 അല്ലേ? ഡിവൈഡഡ് ബൈ നമ്മൾ FU 410 അല്ലേ? അതുകൊണ്ടാണ് FU വാല്യൂ 410 എടുത്തത് അല്ലേ? ഗാമ m1 1.25 അല്ലേ? സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് കിട്ടും, ഇതിന്റെ നെറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് കിട്ടും അല്ലേ?
സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഏരിയ കിട്ടും ഇൻ ദ കേസ് ഓഫ് ക്വസ്റ്റ്യൻ എ. ഇനി ക്വസ്റ്റ്യൻ ബിയിലേക്ക് വരാം. ജസ്റ്റ് നിങ്ങളെ ആ പേജ് 33 ഫിഗർ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്. മനസ്സിലായില്ലേ? സോ ഈ ടൈപ്പ് എക്സാമിന് ചോദിക്കുന്നതല്ല, ജസ്റ്റ് നിങ്ങൾ അത് മനസ്സിലാക്കുക, അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. സോ ഹിയർ ദ ഫിഗർ. ഓക്കെ, ഫിഗറിൽ ചെറിയ കറക്ഷൻ ഉണ്ട്, ഫിഗർ ഒന്ന് കറക്റ്റ് ചെയ്യാം. Okay, the figure is provided like this. So here you can draw the net area like this. So here wherever you take, you will get 2 bolt holes only. Okay, so wherever you are taking, you are getting only 2 bolt holes. So since it's a zigzag arrangement, there is a possibility of breaking in this manner. Okay, in this fashion there is a possibility of breaking, and we can consider some other possibilities also. So all the possibilities you have to consider here. In the question itself, the staggered pitch means this distance PS is given. Similarly, this G value, gauge distance, this value is also given. So if you are not provided with these values, then you cannot find out the net area. So in addition, you have to provide these 2 values also. Directly or indirectly, it should be given in the question. So you can take in the question itself the values P is equal to 65 and G is equal to 75. P is equal to 65. It is taken as 75. Okay, so this value is 65 and this value is 75 millimeter. That you have to take. Now the remaining possibilities you have to think. So let me draw another possibility. So it can break like this. Okay, it can break like this. It is a possibility. And again, it can be like this. Another possibility. Okay. Another possibility you can think like, if you draw like this, it will be similar to the figure that I have drawn first. അല്ലേ, ഞാൻ ആദ്യം വരച്ച ഇങ്ങനെയുള്ള ഫിഗർ ഉണ്ടായില്ലേ, അതിനോട് സെയിം തന്നെയല്ലേ ഇപ്പോൾ വരച്ചതും അല്ലേ? അപ്പോൾ ആ 2 പോസിബിലിറ്റി നമുക്ക് ഒരു സിംഗിൾ പോസിബിലിറ്റി ആക്കാം അല്ലേ? സോ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി, പിന്നെ വരുന്നത് നേരത്തെ വരച്ച ഇങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി അല്ലേ, പിന്നെ അതും, അല്ലെങ്കിൽ പിന്നെ വരുന്നത് എങ്ങനെയാ, ഇങ്ങനെ ഒരു പോസിബിലിറ്റി അല്ലേ, ഇങ്ങനെ ഒരു പോസിബിലിറ്റി. സോ ഈ പറഞ്ഞ 4 പോസിബിലിറ്റീസ് ആണ് ഓൾറെഡി ഉള്ളത് അല്ലേ? സോ ഈ 4 പോസിബിലിറ്റി ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇവിടെ ഞാൻ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതുവാണ്. സോ ഇക്വേഷൻ ഫോർ an can be written as an എന്താണ്, ഇതേ ഇക്വേഷൻ തന്നെ അല്ലേ, b മൈനസ് n ഇൻറ്റു d0 പ്ലസ് PS² ബൈ 4G1 അല്ലേ? ഇക്വേഷൻ നോക്കുക, നിങ്ങൾ പേജ് 33 കാണാൻ വേണ്ടി പറ്റും അല്ലേ? പേജ് 33 നോക്കുക. ആ ഫിഗർ നോക്കുക അല്ലേ, അതിൽ PS മാർക്ക് ചെയ്തിട്ടുണ്ട്,
ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ജി വാല്യൂ മാർക്ക് ചെയ്യുന്നുണ്ട്, ബിയും മാർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് നോട്ടിലേക്ക് മാർക്ക് ചെയ്ത് വെക്കുക അല്ലേ. സോ ഇവിടെ നമുക്ക് ഈ PS²/4G അത് എത്ര എണ്ണം ഉണ്ടോ, എത്ര സ്റ്റാഗേർഡ് പിച്ച് വരുന്നുണ്ടോ അത്രയും ആഡ് ചെയ്യണം അല്ലേ. സോ അത് നമ്മൾ എന്ത് ചെയ്യാം, N എന്നുള്ള ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എനിക്ക് N ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇവിടെ ഞാൻ ഇതിനെ N' എന്ന് എഴുതുവാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കോഡ് ബുക്കിൽ നമുക്ക് രണ്ടിനും എന്താണ് തന്നിട്ടുള്ളത്, N എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. N എന്നുള്ളത് കോഡ് ബുക്കിൽ സമ്മേഷൻ ഇട്ടിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, കോഡ് ബുക്കിൽ N എന്നല്ല സമ്മേഷൻ ഇട്ടിട്ടാണ് തന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഇവിടെ എന്തെഴുതാം, N എന്ന് എഴുതാം. ഈ രണ്ട് N മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ N' എന്ന് വിളിക്കാം നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി അല്ലെ. അപ്പൊ N എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, N ഈസ് ദ നമ്പർ ഓഫ് ബോൾട്ട് ഹോൾസ് അല്ലെ. N' നമ്പർ ഓഫ് സ്റ്റാഗേർഡ് പിച്ചസ് അല്ലെ. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നോട്ടിൽ കാണിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻ ആവും. മനസ്സിലായില്ലേ? ഈ രണ്ടും കിട്ടിയാൽ നിങ്ങൾക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ അപ്പോൾ തന്നെ എഴുതാം. പക്ഷേ ഇത് എക്സ്പാൻഷൻ അറിയാത്തിടത്തോളം നിങ്ങൾക്ക് ഇത് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, സോ ഇത് മസ്റ്റായിട്ട് എഴുതി വെക്കുക. N ഈസ് ദ നമ്പർ ഓഫ് ബോൾട്ട് ഹോൾസ് ആൻഡ് N' ഈസ് ദ നമ്പർ ഓഫ് സ്റ്റാഗേർഡ് പിച്ചസ് അല്ലേ. ഇനി ഞാൻ പോസിബിലിറ്റീസ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ്, നിങ്ങളൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പോസിബിലിറ്റി കിട്ടുന്നുണ്ടോ നോക്കാം. മനസ്സിലായില്ലേ? സോ നമുക്ക് N-ന് ആദ്യം കാണിച്ചതുപോലെ ഈ ഒരു പോസിബിലിറ്റി, അപ്പോൾ പോസിബിലിറ്റി 1 എന്ന് എഴുതിയിട്ട് ഈ ഫിഗർ ഒന്ന് വരയ്ക്കാം. മനസ്സിലായില്ലേ? N എത്രയാണ് ഇവിടെ, നമ്പർ ഓഫ് ബോൾട്ട് ഹോൾസ് 2 അല്ലേ. N = 2. അവിടെ N' എത്ര വരുന്നത്, N' അവിടെ വരുന്നില്ല അല്ലെ. സ്റ്റാഗേർഡ് പിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതാണ് ചെരിഞ്ഞ പിച്ച് അവിടെ വരുന്നില്ലല്ലോ. അപ്പൊ N' 0 അല്ലേ. സോ എന്ത് ചെയ്യുക, N' 0 എടുക്കാം അല്ലെ. ആ പോസിബിലിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. N-ന് 2ഉം N' 0 ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം അല്ലെ. ബാക്കിയെല്ലാം സെയിം തന്നെ അല്ലേ. B വാല്യൂ 300, D0 20 അല്ലെ. പിന്നെ PS 65, G1 G എന്ന് എഴുതിയാൽ മതി അല്ലെ. എല്ലാ G-യുടെ സെയിം ആണ്. G1 G2 G3 എല്ലാം സെയിം തന്നെയാണ്. സോ നമുക്കിവിടെ G എന്ന് എഴുതിയാൽ മതി. സോ G 75 അല്ലെ, Gക്ക് 75, PS-ന് 65, N-ഉം N' മാത്രമേ മാറുന്നുള്ളൂ അല്ലെ. അത് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു പോസിബിലിറ്റി വരുമ്പോൾ ഉണ്ടാവുന്ന AN കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ അത് ഫസ്റ്റ് പോസിബിലിറ്റി, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. സെക്കൻഡ് പോസിബിലിറ്റിയോ നേരത്തെ വരച്ചതുപോലെ ഇങ്ങനെ ചെയ്തൂടെ. സോ ഇൻ ദിസ് പോസിബിലിറ്റി നിങ്ങൾ 2 നമ്പർ ചെയ്യാം. മനസ്സിലായില്ലേ? സോ 2 നമ്പർ ചെയ്യാം. അവിടെ നമുക്ക് എത്ര ബോൾട്ട് ഹോൾ വരും, 1 2 3 ബോൾട്ട് ഹോൾ വരും അല്ലേ. N = 3. N' എത്ര വരും, 1 2 അല്ലെ. N' 2 അല്ലേ വരിക, 1 2. സോ N' = 2. ഇത് മറ്റൊരു പോസിബിലിറ്റി അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. B വാല്യൂ മാറുന്നില്ല, 300 അല്ലെ. D0 20, PS 65, G വാല്യൂ 75, N' മാത്രം മാറ്റുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കണ്ടുപിടിച്ച് നോക്കുക. ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, കാൽക്കുലേഷന്റെ സ്റ്റെപ്സും എഴുതുന്നില്ല, ഡ്യൂ ടു ദ കൺസ്ട്രെയിന്റ് ഇൻ സ്പേസ്. മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ഷെയർ ചെയ്യാം. കൺസെപ്റ്റ് പിടിയിട്ടില്ലേ, റിഷലിന് പിടിയിട്ടു എങ്ങനെ ചെയ്യുന്നതെന്ന്. പോസിബിലിറ്റീസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക, ഏതെല്ലാം രീതിയിൽ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. നെറ്റ് ഏരിയയുടെ കേസിൽ അല്ലെ. ഗ്രോസ് ഏരിയ ആണെങ്കിൽ ഇതൊന്നും നോക്കണ്ട, ഗ്രോസ് ഏരിയ ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഓക്കെ അല്ലേ? സോ അപ്പം പോസിബിലിറ്റീസ് ഉണ്ടാക്കി എടുക്കുവാണ്. ഇനി അടുത്ത പോസിബിലിറ്റി എന്താ, നേരത്തെ വരച്ച പോലെ ഇത് അല്ലേ. ഇവിടെ നോക്കുവാണെങ്കിലോ 1 2 3, N = 3, N' 1 2 2. അപ്പൊ ഒന്ന് മനസ്സിലായി, ഇത് രണ്ടും സെയിം പോസിബിലിറ്റി തന്നെ അല്ലേ. N = 3, N' = 2, അത് രണ്ടും സെയിം തന്നെയാണ് അല്ലെ. അപ്പം അതിൽ ഒന്ന് വരച്ചാൽ മതി. അപ്പൊ മൂന്നാമതായിട്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാം, മറ്റൊരു പോസിബിലിറ്റി നോക്കാം. 3. ഇതല്ലാതെ എങ്ങനെ വരാം, ഒന്ന് ചിന്തിച്ചു നോക്ക്. N = 3ഉം N' = ഓക്കെ, N = 4ഉം N' = 1 2 3 അല്ലെ. ഇങ്ങനെ ഒന്ന് വന്നൂടെ.
ഇങ്ങനെ വന്നൂടെ? നോക്ക്, n എത്രയാണ്? 1, 2, 3, 4 അല്ലേ? n4, n' എത്രയാണ്? n'3 അല്ലെ? ആ ഒരു പോസിബിലിറ്റി വരും. അതിനെത്രയാണ് ഏരിയ കിട്ടുന്നത് നോക്കാം, അതല്ലേ? ഓരോന്നിൻ്റെയും ഏരിയ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ വരുന്നതോ, ജസ്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് വരയ്ക്കാം. ഈ പോസിബിലിറ്റി നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, 3 പോസിബിലിറ്റീസ് ആണ് ഇതിൽ വരിക. 4ാമത് പോസിബിലിറ്റി വരാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ മാക്സിമം ഇത്രയും എടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടുന്ന് ഇവിടം വരെ എടുത്താൽ ഇത്രേ കിട്ടൂ. അത് തന്നെ ആയിരിക്കും ഇവിടുന്ന് എടുത്താലും കിട്ടുക അല്ലേ? പിന്നെ ഇതിനകത്ത് നമുക്ക് വേറെ കോമ്പിനേഷൻസ് ഒന്നും പോസിബിൾ അല്ലല്ലോ. ഇതും എടുത്തു അല്ലേ? അവിടെ നമുക്ക് n' = 2, n = 3 ഇത്രയും പോസിബിലിറ്റീസ് ആണ് കിട്ടുക, അതല്ലേ? സോ നിങ്ങൾ ഓരോന്നിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിവിടെ നെറ്റ് ഏരിയ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്ക് കമ്പയർ ചെയ്തിട്ടാണ് നെറ്റ് ഏരിയ ഏതാണ് വരേണ്ടതെന്ന് കണ്ടുപിടിക്കുക. ജസ്റ്റ് കിട്ടുന്ന വാല്യൂസ് ഒന്ന് ഷെയർ ചെയ്തേ. ഇവിടുത്തെ n എത്ര കിട്ടിയ? നിങ്ങൾ ചെയ്ത് കിട്ടുന്ന വാല്യൂ n = 2, n' = 0 എത്ര കിട്ടുക? 2080 കിട്ടുന്നുണ്ടോ? 2080 mm². ചെയ്ത് ഞാൻ ഇക്വേഷൻ എഴുതണ്ടല്ലോ, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ എഴുതിക്കൂടെ? എത്രയാ? n = 300 മൈനസ് ഇവിടെ n-ന് എത്ര കൊടുക്കുക? 2 കൊടുക്കുക. d0 ഒക്കെ 20 അല്ലേ? പ്ലസ് എന്ത് ചെയ്യുക? PS എത്രയാ? 65 ഡിവൈഡ് ബൈ 4 × 75 അല്ലേ? ഇൻറ്റു എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ കിട്ടിയ n'0 അല്ലേ? ഇൻറ്റു എന്തെടുക്കണം? ഇൻറ്റു t ചെയ്യണം, തിക്നെസ് ചെയ്യണം അല്ലേ? തിക്നെസ് എത്രയാണ്? 8 mm അല്ലേ? ഇൻറ്റു 8. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് 20 ഇവിടുത്തെ 2ഉം 0ഉം മാറ്റി മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു തിക്നെസ് ചെയ്യാൻ മറക്കരുത്, അങ്ങനെയാണ് നമുക്ക് ഏരിയ കിട്ടുക. ഓക്കെ അല്ലേ? സോ n = 3, n' = 2. n = 3, n' = 2 വരുമ്പോൾ എത്രയാണ് വരുന്നത്? 2145.3 കിട്ടും. 2145.3. കിട്ടുന്നുണ്ടോ? ഇനി n = 4, n' = 3 വരുമ്പോഴോ? $2098 കിട്ടും അല്ലെ? 2098. ഓക്കെ, ഇത്രയും പോസിബിലിറ്റീസ് ആണ് ഉള്ളത് അല്ലേ? വാല്യൂസ് കിട്ടുന്നില്ലേ നോക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി ഉണ്ട് അല്ലേ? ഇതെങ്ങനെയാണ്? 4 പോസിബിലിറ്റി വരും അല്ലെ? 3 അല്ല 4 വരും. ഇത് എത്രയാണ്? n = 3 അല്ലെ? n = 3, n' = 1 അല്ലെ? ഇങ്ങനെ ഒരു പോസിബിലിറ്റി കൂടി ഇല്ല. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക്, 4 പോസിബിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. n-ന് 3ഉം n'-ന് 1ഉം കൊടുത്തു നോക്കാം. അപ്പൊ നമുക്ക് 2032 കിട്ടും. 2032.6. ഓക്കെ, ഇത്ര കിട്ടും. ഇതിലപ്പുറം കിട്ടൂലല്ലോ. ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ചെയ്യുന്നത് മനസ്സിലായില്ലേ? നമ്മൾ n-ന് ഇവിടെ 3 കൊടുക്കുക, n'-ന് 1 കൊടുക്കുക. നമുക്ക് സ്റ്റാഗേർഡ് പിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അല്ലെ? എത്ര സ്റ്റാഗേർഡ് പിച്ച് ഉണ്ടോ അത്രയും
PS²/4g നമ്മൾ എന്ത് ചെയ്യണം, ഇതിനോട് എക്സ്ട്രാ ആഡ് ചെയ്യണം, ഈ b - nd0 മനസ്സിലായില്ലേ? എന്നിട്ട് വേണം അതിനെന്ത് ചെയ്യാൻ, t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇതാണ് ഇവിടുത്തെ ടെക്നിക്ക്. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദ ട്രിക്ക്. അല്ല, ഈ ട്രിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? വിസ്മയ അണ്ടർസ്റ്റുഡ് അല്ലേ എങ്ങനെയാണ് ചെയ്യുന്നത്? സോ എക്സാമിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടില്ല, മനസ്സിലായല്ലോ? കാരണം നമുക്ക് ഈ പാറ്റേൺ തന്നു കഴിഞ്ഞാൽ അതിൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. നമ്മളിത് ഇരുന്ന് വരച്ചിട്ടാണ് എല്ലാ പോസിബിലിറ്റീസും ആയോന്ന് ചെക്ക് ചെയ്യുക, അല്ലെ? നമ്മൾ വരക്കുന്ന ഒരുപാട് പോസിബിലിറ്റി വരയ്ക്കാൻ പറ്റും, പക്ഷെ പലതും സെയിം തന്നെ ആയിരിക്കും. നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് വരച്ചു കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെ? ഇതേ പോസിബിലിറ്റി നമ്മൾ 2 എണ്ണം കണ്ടു, അല്ലെ? സോ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരുപാട് പോസിബിലിറ്റി വരച്ചിട്ട് ഇതിൽ തന്നെ ഇനി ഒരു റോ കൂടെ കൂടിയാൽ നമുക്ക് ഇതിന്റെ ഇരട്ടിയിലധികം കോമ്പിനേഷൻസ് വരും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നോക്കി ചെയ്തിട്ട് അതിൽ കിട്ടുന്ന വാല്യൂ ആണ് കമ്പയർ ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? സോ അത് ടൈം കൺസ്യൂം ആണ്, പക്ഷെ നിങ്ങൾക്ക് കൺസെപ്റ്റ് പിടിയിട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അത് ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലായല്ലോ? പക്ഷെ ഇക്വേഷൻ ഇങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നതെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തന്നത്, മനസ്സിലായില്ലേ? സോ എങ്ങനെയാണ് ഇത് പോകുന്നത് മനസ്സിലായില്ലേ? വിസ്മയ, സൂര്യ, സോറി ശ്രേയ, ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക. വാല്യൂസ് കിട്ടുന്നില്ലേ? ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, അല്ലേ? സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വാല്യൂസ് കിട്ടുക. 2080, 2145, 2092, 2032, അല്ലേ? സോ നിങ്ങൾ കിട്ടുന്ന വാല്യൂ കമ്പയർ ചെയ്യാം, എന്നിട്ട് അതിൽ കിട്ടുന്ന മിനിമം വാല്യൂ എടുക്കുക, അല്ലേ? സോ നമ്മളിവിടെ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലേ? ആ AN വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ തന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ഏത് വാല്യൂ ആണോ ആദ്യം അറ്റൈൻ ചെയ്യുന്നത് അതായിരിക്കും സ്ട്രെങ്ത്, അല്ലേ? നമ്മളിപ്പോൾ 0 kN, 1 kN, 2 kN ഇങ്ങനെ ലോഡ് കൊടുത്തിട്ട് ആദ്യം ഏത് ലോഡാണോ എത്തുന്നത് അവിടെയാണത് ഫെയിൽ ആവുക, അല്ലേ? പിന്നെ അതിന് ഹയർ വാല്യൂസ് സിഗ്നിഫിക്കൻ്റ് അല്ല, അവിടത്തേക്കൊന്നും എത്തൂല, അതിനു മുമ്പേ ആ മോഡിൽ ഫെയിൽ ആയിട്ടുണ്ടാവും, അല്ലേ? അപ്പൊ ഈ പറഞ്ഞ മോഡിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ഫെയിൽ ആയിട്ടുണ്ടാവും. കാരണം ഇവിടെയാണ് ഏരിയ ഏറ്റവും കുറവ്, അല്ലേ? ഏരിയ ഏറ്റവും കുറവ് വരുന്ന മോഡിലാണ് ഫെയിൽ ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് അവിടുത്തെ ടെൻസൈൽ റപ്ചർ വരാൻ ചാൻസ് ഉള്ളത് ഈ പറഞ്ഞ ഏരിയയിലൂടെ ആയിരിക്കും, അല്ലെ? ഈ കാണുന്ന ഏരിയ, ഈ കിട്ടുന്ന ഏരിയയിലൂടെ ആയിരിക്കും ടെൻസൈൽ റപ്ചർ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്, അല്ലെ? ടെൻസൈൽ ഈൽഡിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് നമ്മളിവിടെ കണ്ടുപിടിച്ചില്ല, അത് ഗ്രോസ് സെക്ഷൻ ഈൽഡിംഗിന്റെ ഇക്വേഷനിലാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെ? അവിടെ നമ്മൾ AG ആണ് എടുക്കുക. സോ അതല്ല, നമ്മൾ ടെൻസൈൽ റപ്ചറിന്റെ കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞത്, അല്ലെ? അത് നമുക്ക് മിനിമം ഏരിയ വരുന്നത് എവിടെയാണോ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് മിനിമം ഏരിയ കിട്ടുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും എന്ത് സംഭവിക്കുന്നത്, നമുക്ക് ടെൻസൈൽ റപ്ചർ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. സോ ഈ കാണുന്ന ഏരിയ നമ്മൾ എന്തെടുക്കുക, AN ആക്കിയിട്ട് ഫിക്സ് ചെയ്യാം, അല്ലെ? സോ AN can be taken as the minimum possible values among the values we have found out by considering all the possible combinations. Okay, so I hope the concept of net area is clear for you. So അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസൈൻ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഈ പ്രോബ്ലം ഇങ്ങനെ ആയിട്ട് ചോദിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് സ്റ്റാഗേർഡ് പിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, കാരണം കോഡ് ബുക്കിൽ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഒരു റോയും കൂടെ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കോമ്പിനേഷൻസ് വരുന്നു ഒന്ന് വെറുതെ ചെയ്ത് നോക്കുക, വെറുതെ ഇരിക്കുമ്പോൾ, അല്ലേ? സോ അറ്റ് ദാറ്റ് ടൈം യു ക്യാൻ സീ ഇറ്റ് ഇസ് ടു മച്ച് ടൈം കൺസ്യൂമിങ്. സ്റ്റിൽ ഇഫ് യു നോ ദ ലോജിക് then you can do it. Okay, so അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഡിസൈൻ പ്രോബ്ലം എഴുതാം. എ ടെൻഷൻ മെമ്പർ ഓഫ് അല്ലേ, ഇത് ക്ലിയർ അല്ലേ? ഡാനിഷ് അണ്ടർസ്റ്റുഡ് അല്ലേ? ഡാനിഷ് ആബ്സെന്റ് ആണോ? അഭിരാമി, അദുന, ഓക്കെ, ക്ലിയർ അല്ലേ? സോ റൈറ്റ് ഓൺ ദ ഡിസൈൻ പ്രോബ്ലം. എ ടെൻഷൻ മെമ്പർ 0.95 meter long, 0.95 meter long. എ ടെൻഷൻ മെമ്പർ 0.95 meter long. സോ ഇതാണ് പ്രോബ്ലം, നമ്മുടെ പ്രോബ്ലം, അല്ലെ? നമ്മൾ എക്സാമിൽ ചോദിക്കാൻ ഒരു 90% പ്രോബിലിറ്റി ഉള്ള പ്രോബ്ലം. സോ നേരത്തെ പറഞ്ഞ പ്രോബ്ലം നിങ്ങൾക്ക് ഇടയിൽ എവിടെയെങ്കിലും ആവശ്യം വരുന്നുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്യാം, ആ രീതിയിലാണ് ചെയ്തത്, അല്ലേ? ടെൻഷൻ മെമ്പർ 0.95 meter long is to resist a service load, is to resist a service dead load, is to resist a
service dead load DL. A service dead load of 20 kilonewton and a service live load of 60 kilonewton. 60 kilonewton. Okay. Service dead load and service live load are given as 20 kilonewton and 60 kilonewton respectively. Design a rectangular bar. Design a rectangular bar of standard structural steel. Design a rectangular bar of standard structural steel of grade Fe410. Standard structural steel of grade Fe410. Right. Assume that the member is connected by a single line. Assume that the member is connected by a single line. Assume that the member is connected by a single line bolt system. Single line bolt system with a 16 mm diameter and 4.6 grade bolts. Single line bolt system with a 16 mm diameter and 4.6 grade bolts. Okay, that's the question. So, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ല നിങ്ങൾക്ക് ഇത് ക്ലിയർ അല്ലേ? ഇവിടെ എഴുതുന്നത് ജോഷുവ റീഡബിൾ അല്ലേ ഇവിടെ എഴുതുന്നത്? സാന്ദ്ര വായിക്കാം. ഓക്കെ. ഇവിടുന്ന് എഴുതുന്നത് എനിക്ക് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ. സോ ഇഫ് യു ആർ പ്രൊവൈഡഡ് വിത്ത് സച്ച് എ ക്വസ്റ്റ്യൻ, സോ ഇതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് മസ്റ്റായിട്ട്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? സോ ഹിയർ ദ ക്വസ്റ്റ്യൻ യു ഹാവ് ടു റീഡ് 3 to 4 times. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഒരു ടെൻസൈൽ മെമ്പർ ഡിസൈൻ ചെയ്യണം. ഇങ്ങനെ ഒരു ഗസറ്റ് പ്ലേറ്റ്, മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ഗസറ്റ് പ്ലേറ്റ്, അതിന്റെ ഷേപ്പ് എന്തെങ്കിലും ആവട്ടെ. സോ അതിന്റെ ഇടയിൽ നമുക്ക് ഒരു ബാർ അല്ലെ, ഇങ്ങനെ ഒരു ബാർ. സോ ഇവിടെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ഇതാണ് ഡിസൈൻ ചെയ്യാൻ ചോദിച്ചത് അല്ലേ? സോ ഇവിടെ നമുക്ക് ബോൾട്ട് ഫിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ ഇതിന്റെ ബോൾട്ട് ഹോളിൽ നിന്ന് ബോൾട്ട് ഹോളിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ, ബോൾട്ട് ഹോൾ സിസ്റ്റത്തിന്റെ സെൻട്രൽ ഗ്രാവിറ്റിയിൽ നിന്ന് ബോൾട്ട് ഹോൾ സിസ്റ്റത്തിന്റെ സെൻട്രൽ ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ഈ പറഞ്ഞ 0.95 മീറ്റർ. അത് മനസ്സിലായി കാണുമല്ലോ അല്ലെ? ഇനി നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ കൊടുത്തിരിക്കുന്ന ബാറിന്റെ ക്രോസ് സെക്ഷൻ അല്ലെ, ക്രോസ് സെക്ഷൻ ഷേപ്പും അതുപോലെ ക്രോസ് സെക്ഷൻ ഏരിയ അതുപോലെ അതിന്റെ ഡയമെൻഷൻസും അത് കണ്ടുപിടിക്കണം അല്ലെ, അതൊരു കാര്യം. പിന്നെന്താ കണ്ടുപിടിക്കണം? ഇവിടെ കൊടുക്കുന്ന ബോൾസ് അല്ലെ, ആ ബോൾസിന്റെ ഡയമീറ്ററും ഗ്രേഡും മാത്രമേ തന്നിട്ടുള്ളൂ. എത്ര നമ്പർ ബോൾസ് കൊടുക്കണമെന്ന് കണ്ടുപിടിക്കണം. അതിന്റെ പിച്ച് ഗേജ് കാര്യങ്ങളും കണ്ടുപിടിക്കണം വേണ്ടേ. അതുപോലെ ഇവിടുത്തെ ലാപ്പ് ലെങ്ത്, എത്ര ലാപ്പ് കയറ്റി വെച്ചിട്ടാണ് അത് ഫിറ്റ് ചെയ്യേണ്ടതെന്നും കണ്ടുപിടിക്കണം അല്ലെ. അത് രണ്ടാമത്തെ കാര്യം. അപ്പൊ നമ്മുടെ മെമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം, അതിന്റെ ബോൾട്ട് ഡിസൈൻ ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ അതിന്റെ കണക്ഷൻ ഡിസൈൻ ചെയ്യണം. സോ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലെ. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം സ്റ്റെപ്സ് ഒന്ന് ഓവർവ്യൂ ചെയ്യാം. ഇതാണ് നമ്മുടെ മൊത്തത്തിൽ ചെയ്യാനുള്ള വർക്ക് അല്ലെ. അതിനൊന്ന് കൂടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 0.95 നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 0.95. ഓക്കെ. സോ ഇനി ഇത് ചെയ്യുന്ന സ്റ്റെപ്സ് ഒന്ന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, ഇതൊരു ടെൻസൈൽ മെമ്പറാണ്, അത് ഡൗട്ട് ഒന്നുമില്ലല്ലോ. ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ടെൻസൈൽ ലോഡാണ് തന്നിട്ടുള്ളതെന്ന് അല്ലേ. സോ അപ്പോൾ നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്സ് ടെൻസൈൽ ഫെയിലേഴ്സ് ഏതൊക്കെയാണെന്ന് കൺസിഡർ ചെയ്യാം അല്ലേ. ഏതെല്ലാം ഉണ്ട്? നെറ്റ് സെക്ഷൻ റപ്ചർ അല്ലെ, അതുപോലെ ഗ്രോസ് സെക്ഷൻ yielding, റീഡബിൾ അല്ലേ, വായിക്കാൻ പറ്റുന്നില്ലേ? നെറ്റ് സെക്ഷൻ റപ്ചർ, ഗ്രോസ് സെക്ഷൻ yielding ആൻഡ് ബ്ലോക്ക് ഷിയർ ഫെയിലർ അല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന നേരത്തെ വരച്ചിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ, ഈ പറഞ്ഞ 3 ഫെയിലറും ഉണ്ടാവാൻ പാടില്ല. ഈവൺ ഇഫ് ഐ ആം പ്രൊവൈഡിങ് ദിസ് മച്ച് ലോഡ്, ഈവൺ ഇഫ് ഐ ആം പ്രൊവൈഡിങ് ദിസ് മച്ച് ലോഡ്, ഇത്രയും ലോഡല്ല, ഇതിന്റെ ഫാക്ടർ വരും അല്ലെ. നമ്മൾ ഇത് സർവീസ് ലോഡാണ്, സോ അതിന്റെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടെ വരും അല്ലെ. ആ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്തിട്ടുള്ള അത്രയും ടെൻസൈൽ ലോഡ്, സോ ആ ലോഡ് അപ്ലൈ ചെയ്താൽ പോലും ഈ പറഞ്ഞ 3
ഫെയിലറും അതിലുണ്ടാവാൻ വേണ്ടി പാടില്ല അല്ലെ, അതാണ് എൻ്റെ എയിം. സോ എനിക്ക് ഐ ഹാവ് ടു ഫിക്സ് എ ക്രോസ് സെക്ഷണൽ ഏരിയ which will not make any failure in net section rupture, and also it will not make any failure while cross section yielding, and it will not undergo block shear failure. So അങ്ങനെ വരുന്ന ഒരു ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കണം, അതാണ് എനിക്കിവിടെ ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സർവീസ് ലോഡ് അതിനെ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിസൈൻ ലോഡാക്കി മാറ്റാം അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫസ്റ്റ് ഐ ഹാവ് ടു റൈറ്റ് ഡിസൈൻ ലോഡ് അല്ലെ. തന്ന വാല്യൂസ് എടുത്തെഴുതാം. ക്വസ്റ്റ്യൻ ഒരു 3-4 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ഒരു 3-4 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഈസ് ടു റൈറ്റ് ഡൗൺ ദ ഫാക്ട്സ് ദാറ്റ് ഇസ് ഗിവൺ. ഓക്കെ, തന്നിട്ടുള്ള വാല്യൂസ് എടുത്തെഴുതാം. തൊട്ട് താഴെ എഴുതേണ്ടത് അസ്യൂംഡ് വാല്യൂസ് അല്ലെ, നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എടുത്തെഴുതാം. ഇവിടെ അസ്യൂം ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, അത് നമുക്ക് ഇക്വേഷൻ വരുമ്പോൾ ഇക്വേഷന്റെ എക്സ്പാൻഷനിൽ അസ്യൂം ചെയ്യുന്ന വാല്യൂസ് എടുത്തെഴുതാം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ചെയ്ത് തുടങ്ങാം അല്ലെ. അസ്യൂംഡ് വാല്യൂസ് ഇതിൽ വേറെ വാല്യൂസ് ഒന്നുമില്ല, ഗാമ M0 ഗാമ M1 അതൊക്കെയാണ് നമ്മൾ അസ്യൂം ചെയ്യണം അല്ലെ. ഈ 4.6 കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ FU എത്രയാണ്, FY എത്രയാണ്, അതൊക്കെയാണ് നമുക്ക് സൈഡിൽ എഴുതാൻ വേണ്ടി പറ്റുക. അത് നിങ്ങൾ നോട്ടിൽ എഴുതി പോയിക്കോളാം അല്ലെ. അത് നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ FU വാല്യൂ FY വാല്യൂ ഒക്കെ അത് നമ്മൾ സ്ഥിരം ചെയ്യുന്നതായതുകൊണ്ട് ബോർഡിൽ എഴുതുന്നില്ല. സോ ഡിസൈൻ ലോഡ് എത്രയാണ് വരിക, ഫാക്ടേർഡ് ലോഡ് അല്ലെ, ഇങ്ങനെ തന്നെ എഴുതാം. ഡിസൈൻ ലോഡ് ഈസ് ഈക്വൽ ടു ദ ഫാക്ടേർഡ് ലോഡ് അല്ലെ. നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്ന ലോഡാണ് ഇതിന്റെ ഡിസൈൻ ലോഡ് എന്ന് അസ്യൂം ചെയ്യാം. സോ നെക്സ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഈസ് ടു ഫാക്ടറൈസ് 1.5 ഡെഡ് ലോഡ് പ്ലസ് 1.5 ലൈവ് ലോഡ്, ഇങ്ങനെ തന്നെ എഴുതാം അല്ലെ. അപ്പൊ എന്ത് കിട്ടും, 1.5 into 20 plus 60 ഇങ്ങനെ എഴുതിക്കൂടെ, 20 plus 60. സോ യു വിൽ ഗെറ്റ് 20 plus 60 80. 80 into 1.5 means 80 plus 40 അല്ലെ, 120 കിട്ടും. സോ 120 kilonewton is the factored load which can be equated to the design load. സോ ആ പ്രൊസീജിയർ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ചെയ്യേണ്ടത്, എനിക്ക് നെറ്റ് സെക്ഷൻ റപ്ചറിന്റെ കണ്ടീഷൻ, ആ കണ്ടീഷൻ ഇതിൽ ഇട്ട് കൊടുത്ത് നോക്കാം അല്ലെ. ഈ പറഞ്ഞ 120 kilonewton ലോഡിനെ ഞാൻ എന്ത് ചെയ്യാം, നെറ്റ് സെക്ഷൻ റപ്ചറിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പൊ എനിക്കൊരു നെറ്റ് ഏരിയ കിട്ടും അല്ലെ. അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ ഇക്വേഷൻ എഴുതാം അല്ലെ. TDN is equal to 0.9 AN into FU by gamma M1 അല്ലെ. ആ ഇക്വേഷനിൽ ഇക്വേറ്റ് T is equal to TDN അല്ലെ. ഇക്വേറ്റ് T is equal to TDN, ഇതാണ് എന്റെ T അല്ലെ, ഡിസൈൻ ലോഡാണ് T. ആ ടീനെ എനിക്ക് TDN നോട് ഇക്വേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ എന്ത് കിട്ടും, ഈ 120 kilonewton is equal to ഈ വാല്യൂ കിട്ടും അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, 0.9 into AN, എത്ര ഏരിയ ആണ് വേണ്ടതെന്നാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് അല്ലെ. AN into FU, FU എത്രയാണെന്ന് അറിയാം, FU 410 അല്ലെ. FU 410 തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് എഴുതാം, FU is equal to 410 Newton per mm square അല്ലെ. FI 250 Newton per mm square അല്ലെ. ഇതാണ് ഞാൻ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നിന്ന് ഉണ്ടാക്കിയെടുക്കാനും അസ്യൂം ചെയ്യാനും ഒക്കെ പറ്റുന്ന വാല്യൂസ് എഴുതാന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ. അത് നിങ്ങൾ ഇതിന്റെ താഴെ തന്നെ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ എഴുതിയാലും മതി. ഓക്കെ, 410 കിട്ടി. ഇനി എന്ത് വേണം, ഗാമ M1 1.25 അല്ലെ. സോ ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, AN കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ AN എത്ര കിട്ടുന്നതെന്ന് പറയാം. അപ്പൊ ഈ സ്റ്റെപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഫൈൻഡിങ് ഔട്ട് ദ ഏരിയ റിക്വയർഡ് ബേസ്ഡ് ഓൺ നെറ്റ് സെക്ഷൻ റപ്ചർ അല്ലെ. അതായത് ഫൈൻഡിങ് ഔട്ട് ദ ഏരിയ റിക്വയർഡ് ബേസ്ഡ് ഓൺ നെറ്റ് സെക്ഷൻ റപ്ചർ. നെറ്റ് സെക്ഷൻ റപ്ചർ വരാതിരിക്കാൻ എത്ര ഏരിയ കൊടുക്കണം, അതാണ് നമ്മളിവിടെ ചെയ്തത് അല്ലെ. ഈ കിട്ടുന്ന ഏരിയയോ അതിൽ കൂടുതലോ ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ് സെക്ഷൻ റപ്ചർ ഉണ്ടാവില്ല അല്ലെ. എക്സാക്ട് ഈ ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്ട് നെറ്റ് സെക്ഷൻ റപ്ചറിന്റെ കണ്ടീഷനാണ്. അതിൽ നിന്ന് 1 millimeter square എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ് സെക്ഷൻ റപ്ചർ ഉണ്ടാവില്ല. അതല്ലേ ഇതിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെ. എത്ര കിട്ടുന്നെന്ന് പറയാം. സോ AN will be obtained as 406.5 mm square അല്ലെ. 406.5 mm square. ഓക്കെ അല്ലേ. സോ കിട്ടിയില്ലേ, ബിപിൻ രാജിന് കിട്ടിയോ, ചെയ്തു നോക്ക്. സോ ഇത് നെറ്റ് സെക്ഷൻ ഏരിയ ആണ് അല്ലെ. ഈ നെറ്റ് സെക്ഷൻ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഏരിയ ഇൻക്ലൂഡിംഗ് ദ ബോൾട്ട് ഹോൾ ഡയമീറ്റർ അല്ലെ. ബോൾട്ട് ഹോൾ ഡയമീറ്റർ മൈനസ് ചെയ്തതിന് ശേഷം വരുന്ന ഏരിയ ആണ് അല്ലെ. സോ ഏരിയ ദാറ്റ് ഈസ് കമ്മിങ് ആഫ്റ്റർ സബ്ട്രാക്ടിങ് ദ ബോൾട്ട് ഹോൾ ഏരിയ. സോ എനിക്ക് അങ്ങനെയുള്ള ഏരിയക്ക് സിഗ്നിഫിക്കൻസ് ഇല്ല, എത്രയാണ് ഗ്രോസ് സെക്ഷൻ കിട്ടുന്നതെന്നാണ് നോക്കേണ്ടത് അല്ലെ. മൊത്തത്തിൽ ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാണെന്ന് കിട്ടുന്നത് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒഴിവാക്കിയ ബോൾട്ട് ഹോൾ ഡയമീറ്ററിന്റെ ഏരിയ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. അതൊരു 25% ആണെന്ന് അസ്യൂം ചെയ്യാം അല്ലെ.
സോ ഒരു 1.25 ടൈംസ് ദിസ് നെറ്റ് ഏരിയ. ഈ 1.25 എവിടെ നിന്നാണ് വന്നത്? 25% is assumed as the bolt hole area that is subtracted, അല്ലെ? ആ സബ്ട്രാക്ട് ചെയ്ത് പോകുന്ന ബോൾട്ട് ഹോളിന്റെ ഏരിയ അത് 25% ഓഫ് ദ ഗ്രോസ് ഏരിയ ആണെന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ 25 കൂടെ ആഡ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഗ്രോസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഒരു വാല്യൂ കിട്ടും. എത്ര കിട്ടുന്നു നോക്ക്? 508.12 കിട്ടും. ചെയ്ത് നോക്ക്. 508.12. ഓക്കെ. അപ്പൊ ഗ്രോസ് സെക്ഷണൽ ഏരിയ ഇത്രയും കൊടുക്കുകയാണെങ്കിൽ നെറ്റ് സെക്ഷൻ റപ്ചർ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? മൊത്തത്തിൽ സെക്ഷണൽ ഏരിയ നമുക്ക് ഇങ്ങനെ അതിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 508 അല്ല ഇതിനെ ബി ഇൻറ്റു ഡി ചെയ്തൂടെ? ഡെപ്തിന്റെ ഡെപ്ത് ചെയ്യുമ്പോൾ നമുക്ക് 508.12 കിട്ടുകയാണെങ്കിൽ അതിന് നെറ്റ് സെക്ഷൻ റപ്ചർ ഉണ്ടാവില്ല, അല്ലേ? അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്. നമ്മൾ നേരത്തെ എടുത്ത നെറ്റ് സെക്ഷനിൽ അതിന്റെ ബോൾട്ട് ഹോളിന്റെ ഡയമീറ്റർ മൈനസ് ആയി പോകുന്നുണ്ട്, അല്ലെ? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1.25 എക്സ്ട്രാ കൊടുത്തത്. അത് സൈഡിൽ തന്നെ എഴുതി വെക്കണം, ഇല്ലെങ്കിൽ ഈ 1.25 എവിടുന്ന് വന്നു എന്നൊക്കെ ഡൗട്ട് വരും. മനസ്സിലായില്ലേ? ഇതേപോലെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഏരിയ ദാറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ബേസ്ഡ് ഓൺ ഗ്രോസ് സെക്ഷൻ yielding കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, അല്ലെ? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഏതായാലും നെറ്റ് സെക്ഷൻ ഏരിയ ആവശ്യമായിട്ട് വരുന്നത് ഇത്രയാണെന്ന് മനസ്സിലാക്കണം, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഗ്രോസ് സെക്ഷൻ ഏരിയ ഇത്ര കൊടുക്കണമെന്ന് മനസ്സിലാക്കണം. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ് സെക്ഷൻ റപ്ചർ ഉണ്ടാവില്ല. ഇനി ഇതേപോലെ ഇക്വേഷനിൽ ഗ്രോസ് സെക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സെക്ഷൻ ഏരിയ ദാറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു മേക്ക് സേഫ്റ്റി അഗൈൻസ്റ്റ് ഗ്രോസ് സെക്ഷൻ yielding. അതും കൂടെ കണ്ടുപിടിക്കുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ഐ ഹോപ്പ് all of you are solving the problem simultaneously. ഓക്കെ. അറ്റൻഡൻസ് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തോ. അക്ഷയ് ആബ്സെന്റ് ആണോ? അക്ഷയ്. അക്ഷയ് ഉസ്മാൻ ആബ്സെന്റ്, അക്ഷയ് ആബ്സെന്റ്, അല്ലേ?